ശ്രീ ബേസിൽ പാറേക്കുടി, ഇതാണ് SDPIയുടെ നിലപാട്. SDPI നിയമത്ത് LDFനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് ശരിയാണോ അത്തരത്തിൽ SDPIയുടെ വോട്ട് ഇവിടെ നേമത്തെ ശിവൻകുട്ടി വാങ്ങിച്ചെടുക്കുന്നത്? അതിൽ ധാർമ്മികമായ ഒരു വിഷയമുണ്ടോ? അഡ്വക്കേറ്റ് ബേസിൽ പാറേക്കുടി, അങ്ങേക്ക് കേൾക്കാമോ? അല്ല, അതിന് ധാർമ്മികമായ വിഷയത്തിൽ ഉപരിയായിട്ട് ഹലോ കേൾക്കാം പറയൂ. ഓഡിബിൾ. അതായത് ധാർമ്മികമായിട്ടുള്ള വിഷയത്തിൽ ഉപരിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നിലപാട് മാറ്റം, അത് ഇപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലല്ലോ. ഈ നിലപാട് മാറ്റം അത് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു ശൈലിയാണ്. ഈ നിലപാട് മാറ്റുക എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ശൈലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് ആ നിലപാടിനെ എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ആ നിലപാടിനെ അങ്ങ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സാധനം മരത്തി വെക്കുക എന്ന് പറയുന്ന പോലെ ഒറ്റയടിക്ക് ആ നിലപാടിനെ അങ്ങ് മാറ്റി. നമ്മളെല്ലാവരും കണ്ടതാണ്. സ്ത്രീ പ്രവേശനം അത്രയും വലിയ ഒരു വിഷയം കേരളത്തിൻ്റെ മണ്ണിൽ അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരാണ്? CPM ആണ്. ആ ഇഷ്യൂവിനെ കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് അവർ നേരെ മലക്കം മറിഞ്ഞു. അതിനെ നേരെ മലക്കം മറിഞ്ഞിട്ട് അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട്, അതായത് ഒരു ഡർട്ടി പൊളിറ്റിക്സ് എന്ന് തന്നെ പറയാം. അങ്ങനെ നിലപാട് മാറ്റത്തിൽ എന്നും CPM നമ്പർ 1 ആണ്. ആ നിലപാട് മാറ്റം വലിയ താമസമൊന്നുമില്ല. ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയുന്ന കാര്യത്തിൽ CPMന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാരാഷ്ട്രയിലുണ്ടായ സംഭവം. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലുണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ കണ്ണേ കരളെ അഭിമന്യു എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ പിരിച്ച് അതിൻ്റെ പേരിൽ കോടികൾ പിരിച്ച് ഈ പറയുന്ന ഞങ്ങളുടെ രക്തസാക്ഷിയാണെന്ന് പറയും. ഇന്നും നമുക്ക് മഹാരാഷ്ട്രയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ അഭിമന്യുവിന്റെ ഉൾപ്പെടെ ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പറ വോട്ടിന് വേണ്ടി ഞാനതാണ് പറഞ്ഞത്, മഹാരാജാസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ അതായത് മഹാരാജാസിലെ അല്ലെങ്കിൽ ക്യാമ്പസുകളുടെ പൊളിറ്റിക്സിൽ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിനെ മാർക്കറ്റ് ചെയ്യുകയാണ്. അക്ഷരാർത്ഥത്തിൽ അഭിമന്യുവിനെ ഇവർ ക്യാമ്പസുകളിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് 3-4 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് ആരുമായി കൂട്ടുകൂടാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ 2 തരത്തിൽ, അതായത് ഓരോ സ്ഥലത്തും നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഈ അവസരത്തിനൊത്ത് ഏത് കോംപ്രമൈസിനും ഏത് വിട്ടുവീഴ്ചയ്ക്കും 3-4 വോട്ടിന് വേണ്ടിയിട്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന സിറ്റുവേഷനാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ ബേസിൽ പാറേക്കുടി, നമുക്കൊന്ന് മഞ്ചേശ്വരത്ത് കൂടി പോകേണ്ടതുണ്ട്. മഞ്ചേശ്വരത്ത് സമാനമായ സ്ഥിതിയാണ്. അവിടെ BJP ജയിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെ SDPI, വെൽഫെയർ പാർട്ടി, PDP ഈ കക്ഷികളെല്ലാം കൂടി UDFനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കാൻ, അത് പ്രത്യേകിച്ച് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ശക്തികളെയൊക്കെ പിടിക്കുന്നതിൽ നിങ്ങൾക്കും യാതൊരു വൈക്ലഭ്യവുമില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ കുറിച്ച് CPMന്റെ നേതാക്കൾ വലിയ രീതിയിൽ നിങ്ങളെ എതിർത്തിരുന്നു. പക്ഷേ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഒരു വിശുദ്ധ പശു എന്ന രീതിയിലാണ് നിങ്ങൾ കണ്ടത്. അവരുടെ മതരാഷ്ട്രവാദമൊക്കെ പോയി അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ വെൽഫെയർ പാർട്ടി ആയാലും PDP ആയാലും SDPI ആയാലും അവർ ഉന്നം വെക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് CPMന്റെ മാത്രം പ്രശ്നമാകുന്നില്ല, കോൺഗ്രസിന് കൂടി ഈ രക്തത്തിൽ പങ്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ന് നിങ്ങൾ വന്നിരുന്ന ഈ പറയുന്ന ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്, കോൺഗ്രസിനും ഈ രക്തത്തിൽ പങ്കുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറഞ്ഞത്? കോൺഗ്രസിന് ഇതിൽ പങ്കുണ്ട്, കോൺഗ്രസിന് ഈ രക്തത്തിൽ പങ്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അറിയാവുന്ന വിഷയമാണ്. ഇത്രയും വലിയ ഇഷ്യൂ നടന്നിട്ട് കോൺഗ്രസിന് പങ്കുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കും, മഞ്ചേശ്വരത്ത് പരസ്യമായി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഭാരവാഹി, ഏതെങ്കിലും ഒരു ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹി, ഏതെങ്കിലും ഒരു ജില്ലാ കോൺഗ്രസിന്റെ ഭാരവാഹി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരവാഹി, അതൊരു മുന്നണിയായാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. യുഡിഎഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗാണ് അവിടെ SDPI വെൽഫെയർ ബാന്ധവത്തിന് ആ ഒരു തിരശീല ഒരുക്കുന്നത് മുഴുവൻ മുസ്ലിം ലീഗാണ്. അല്ലല്ല UDFിലെ ഞാൻ പറയട്ടെ, UDFിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ലെന്നേ. ഞാൻ പറയട്ടെ, UDFിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ UDFിലെ രണ്ടാം കക്ഷിയായിരിക്കണം
മുസ്ലിം ലീഗ് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് മുസ്ലിം ലീഗിനെ നിങ്ങൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. നിങ്ങൾ ആ തലത്തിലേക്ക് മുസ്ലിം ലീഗിനെ കൊണ്ടുപോകണ്ട. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ രണ്ടാമത്തെ കക്ഷിയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ എവിടെയും മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്നു ഇല്ല. ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകൾ വളരെ കൃത്യമായ നിലപാടാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഉണ്ടായ ഇഷ്യൂകളിൽ അതായത് കൃത്യമായ നിലപാടെടുക്കുന്നത്. മുസ്ലിം ലീഗിനെ നമ്മളാരും കാറ്റഗറൈസ് ചെയ്യുന്നില്ല. മുസ്ലിം ലീഗിനെ ആരും കാറ്റഗറൈസ് ചെയ്യുന്നില്ല. ഒരു സെക്കൻഡ് മുസ്ലിം ലീഗിനെ മറ്റൊരു വഴിയിലേക്ക് ഒരു സെക്കൻഡ് മുസ്ലിം ലീഗിനെ മറ്റൊരു വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചു. നമ്മൾ ഒരു ചിത്രം പുറത്തുവിടുകയാണ്. പി അബ്ദുൾ മജീദ് ഫൈസി എന്ന് പറയുന്ന PCR ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ആ ചിത്രം നമ്മുടെ കയ്യിലുണ്ട്. പി അബ്ദുൾ മജീദ് ഫൈസി അദ്ദേഹം SDPIയുടെ നേതാവാണ്. തമിഴ്നാട് അസംബ്ലിയിലേക്ക് ഈ DMK മുന്നണിയിലാണ് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു MP-യും അതുപോലെ 2 ലീഗ് സ്ഥാനാർത്ഥികളും SDPIയുടെ തമിഴ്നാട് ഓഫീസിലേക്ക് വരുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് വലിയ സന്തോഷം SDPI പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മന്യമല്ല. പ്രേക്ഷകർ കാണുന്ന ചിത്രം അതാണ്. SDPIയുടെ തമിഴ്നാട് ആസ്ഥാനത്ത് ചെന്ന് മുസ്ലിം ലീഗിന്റെ MP-യും അതുപോലെ 2 ലീഗ് സ്ഥാനാർത്ഥികളും അവരുടെ പിന്തുണ തേടി ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.